എവിടെയാണെന്നറിയോ? മൂലങ്കോട് വേലയ്ക്കാണ് കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഒരു വിശേഷം ഉണ്ടെന്ന്. മൂലങ്കോട് വേലയാണ് കേട്ടോ കാണാനുള്ളത്. ആ കാണുന്നതുണ്ടല്ലോ, ഇവിടെയാണ് എന്തുണ്ടെന്നറിയോ? പടക്കം പൊട്ടിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലാം റെഡിയാക്കിയിരുന്നത്. കാണാനുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. പിന്നെ അപ്പുറത്ത് ഞങ്ങൾ കിടക്കാൻ പറ്റില്ല, ഇവിടം വരയ്ക്ക് മാത്രം. വെൽക്കം ടു അവർ ചാനൽ പറ. ഹായ് ഗായ്സ് പറ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുടെ മൂലങ്കോട് വേലയാണ് പറ. എല്ലാരും വരൂ പറ. പോണ്
തക്കു എവിടെയാ ഇപ്പോ? നടന്ന് ഓടണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് മൂലങ്കോട് വേലയാണ് കേട്ടോ. നമ്മുടെ ദേശത്തിലെ ഒരു പ്രധാനപ്പെട്ട വേലകളൊന്നാണ് മൂലങ്കോട് വേല എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വെടിക്കെട്ട് കാണാനായിട്ട് പാടത്തിൻ്റെ പറമ്പിലല്ല, ഇത് പാടത്തിൻ്റെ വരമ്പിലാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പാടത്തിൻ്റെ വരമ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും പറഞ്ഞില്ല, ഞാനും അച്ഛനും അമ്മയൊക്കെ നമ്മുടെ പാടത്തിന് അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ അമ്പലവും വേലയൊക്കെ കണ്ടിട്ട് അങ്ങനെ വന്ന് ഇവിടെ വന്നിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് നേരെ വീണ്ടും തിരിച്ചു വരേണ്ട സമയമില്ല നമുക്കപ്പോൾ. 7 മണിക്ക് വെടിക്കെട്ടൊക്കെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ അവർ അനീതിയൊക്കെ ഉണ്ട് കേട്ടോ. അവർ വരുന്നേ ഉള്ളൂ. അവിടെ ബാക്കിൽ വണ്ടിയൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ അവിടെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ പറഞ്ഞ വിശേഷം എന്ന് പറയുന്നത്. കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ വരാനൊന്നും ചിലപ്പോൾ പറ്റാറില്ല, തിരക്കുകൾ കൊണ്ടൊന്നും. പക്ഷെ എന്തോ ഭഗവാന്റെ കൃപ കൊണ്ട് ഇത്തവണത്തെ വടക്കഞ്ചേരി വരെ ഇടയ്ക്കിടയ്ക്ക് നാവിൽ വന്നു പോകണു. കാരണം ഇപ്പോൾ വടക്കഞ്ചേരി വരെ കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് മൂലങ്കോട് വേല. അങ്ങനെ ഇനിയിപ്പോൾ വെടിക്കെട്ട് ഇവിടെ 2 എന്താ പറയുക ആൾക്കാരുടെ 2 ടീം എന്നൊക്കെ പറയത്തില്ലേ, 2 ദേശക്കാരുടെ വെടിക്കെട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കാരപ്പാടം പറഞ്ഞത് അപ്പുറത്തായിരിക്കും. ഇപ്പോൾ നമുക്ക് 2 എണ്ണം ഇവിടെ നല്ല വൃത്തിക്ക് കാണാനായിട്ട് പറ്റും. ഒരെണ്ണത്തിന് പിന്നെ അതിലേ ചുറ്റി പോകണം. പക്ഷെ അതിലേക്ക് നമ്മൾ പോകണില്ല. ഈ 2 എണ്ണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. വെടിക്കെട്ട് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും ഏട്ടാ. കുഞ്ചു അവൻ ഒരു ഭാഗത്ത് നിൽക്കണില്ല കേട്ടോ. കാണുന്നതെല്ലാം മേടിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് ക്ഷീണിച്ചെന്ന് കുഞ്ഞു നോക്കണേ നിങ്ങൾ. ഇതേ പോയത് ഇതേട്ടോ നമ്മളിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് വന്നേ കേട്ടോ. ബാക്ക് അത് റോഡാണ്. അവിടെ നിന്ന് ഇത്രയും ദൂരമുണ്ട്. നമ്മളിതുണ്ട് വന്ന ഭാഗം. ഇതാ ഈ കാണുന്ന ഇവിടെ കേട്ടോ വെടിക്കെട്ട് നടക്കുന്നത്. ഈ ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടാണ്, അവിടെ നിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടെ അങ്ങോട്ട്, അതായത് ഇപ്പം എങ്ങനെ സൂം ചെയ്ത് കാണുമെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് കെട്ടി വെച്ചേക്കണ പോലെ ഇവിടേക്ക് ആയിട്ടാണ് കേട്ടോ മറ്റേ വെടിക്കെട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ വെച്ചേക്കണത്. എന്താണ് ആൾക്കാർക്ക് നിറയെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മാത്രമല്ല, ഒരു വണ്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആ വണ്ടീനെ ഇനി മാക്സിമം എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതിൻ്റെ അവിടെ കൂലങ്കഷമായിട്ട് അവൻ ചിന്തിച്ചിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരിയ്ക്കുന്നുണ്ട് കേട്ടോ. ആ വാങ്ങിച്ചോ? അച്ഛനും അമ്മയ്ക്കും എന്താ വാങ്ങിച്ചേ? മാംഗോ ബാർ. ഓ ഞങ്ങൾ പെർമനന്റ് മാംഗോ ബാറിൻ്റെ ആൾക്കാരാണ്. സ്വയം ഞങ്ങൾക്കുള്ള ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു. മാറ്റി ഒട്ടിനു മുമ്പ് കഴിക്കുമോനെ? കുഞ്ചു ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. എന്താ ചെയ്യുന്നു? ഹായ് പറ. സുഖല്ലേ ചോദിക്കും.
ഏട്ടാ പറഞ്ഞോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ മുളകുംപൊടി വില? സൂപ്പർ 8:30 മണിക്ക് അടുത്തൊരു മേടിക്കരുത് കേട്ടാ. അതാണ് അവിടുന്ന് മാറാൻ പറഞ്ഞു കേട്ടോ. നമ്മളിരുന്നില്ലേ 8:30 നമ്മുടെ തലേ കൊണ്ടുള്ളോ.
അപ്പോൾ ഞങ്ങൾ വേലയൊക്കെ കഴിഞ്ഞിട്ട് വന്നു, വേലയുടെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. വന്നു 3 വെടിക്കെട്ടുണ്ട്, 3 ഭാഗത്തിൻ്റെ ഉണ്ടായിരുന്നു. നമ്മൾ 2 കണ്ടു, 3ാമത്തേൻ്റെ കാണാനായിട്ട് നിന്നില്ല, നേരം ഇതായതുകൊണ്ടും പിന്നെ എന്താ വെച്ചാൽ അങ്ങോട്ട് ചുറ്റി പോകണം. അപ്പോൾ ഇപ്പോൾ ഏട്ടനും അച്ഛനും മോനും കൂടി പോയിട്ടുണ്ട് അത് കാണാനായിട്ട്. ഞങ്ങളെ അമ്മയും ഞാൻ അനിയത്തി മോനും ഒക്കെ കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ടാണ് അവർ പിന്നെ പോയത് കേട്ടോ. നമ്മളപ്പോൾ വീട്ടിലുണ്ട്, അന്ന് മേലൊക്കെ മാറി ഇപ്പോഴാണ് ഒന്ന് ഇതായത്. പക്ഷെ രസമായിരുന്നു. പക്ഷെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചൂടൊക്കെ അല്ലേ, ഭയങ്കര നന്നായി വേർത്താകെ ആവശ്യം നിലയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ ഈ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. വേല പൂരം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അതൊരു സന്തോഷമുള്ളൊരു കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയുള്ള പെൺകുട്ടികളാകുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു കാരണങ്ങൾ പറഞ്ഞൊക്കെ നമ്മൾ വരുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ അമ്മ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ മക്കളെല്ലാവരും വന്നതിൻ്റെ സന്തോഷമൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പായസം വയ്ക്കലും ഭക്ഷണം ഉണ്ടാക്കണമൊക്കെ തിരക്കിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.